മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് പ്രിയപ്പെട്ട നടൻ സലീം കുമാർ വിട പറയുകയാണ്. രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാഷ്ട്രീയ സാമൂഹിക സിനിമാ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തും. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സലീം കുമാറിൻ്റെ ആ ഒരു വിയോഗം എന്ന് പറയുന്നത്. പലരും അതിൽ സങ്കടവും അത്ഭുതവും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉണ്ടാവുക? ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ സലീം കുമാറിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലാണ് ഉള്ളത്. 8 മണിക്ക് ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നേരെ പറവൂർക്കാണ് പോവുക. പറവൂർ ടൗൺ ഹാളിൽ 9 മണിക്ക് പൊതുദർശനം ആരംഭിക്കും. 1 മണിവരെ പൊതുദർശനം അവിടെ ഉണ്ടാവുന്നതിന് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ നിന്ന് പിന്നീട് വൈകിട്ട് സംസ്കാരം ഉണ്ടാകും. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം അസുഖബാധിതനായ ചികിത്സയിലേക്കായിരുന്നു. പിന്നീട് ഇതൊരു തിരിച്ചുവരവിൻ്റെ സമയമൊക്കെ ആയിരുന്നു. അതിനുശേഷം നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം തന്നെ വിവിധ രാഷ്ട്രീയ നിലപാടുകൾ, കൃത്യമായ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സജീവമായതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും മലയാളികൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ആ തിരിച്ചുവരവിനെ ആഘോഷമാക്കുകയും ഒക്കെ ചെയ്തതാണ്. പിന്നെയാണ് വളരെ പെട്ടെന്ന് വീണ്ടും ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി മോശമാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. തുടർന്ന് പിന്നീട് അത് മരണത്തിലേക്ക് എത്തുകയായിരുന്നു. വലിയ വിയോഗം തന്നെ, വലിയ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു തുടക്കമെന്ന് പറയുന്നത് മിമിക്രി കലാകാരനായി തുടങ്ങുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നീട് സിനിമയുടെ തുടക്കം, സിനിമയിൽ വരുമ്പോഴും അത് മിമിക്രി അതായത് ഹാസ്യ കലാകാരൻ എന്ന നിലയിലേക്ക്, ഹാസ്യ വേഷങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളിലേക്ക് മാത്രം കാര്യങ്ങൾ മാറുന്നു. അവിടെ നിന്നിങ്ങോട്ട് നമുക്കറിയാം ഗ്രാമഫോണിലേക്ക് തന്നെ ആ ഒരു കഥാപാത്രമൊക്കെ തന്നെയാണ് പിന്നീട് സലീം കുമാർ എന്ന നടനെ മലയാളികൾക്ക് മാറ്റുകൂട്ടുന്നൊരു നടനായി മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പിന്നീട് ദേശീയ പുരസ്കാരത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഒരു വളർച്ചയുടെ വലിയ പടവുകൾ തന്നെയുണ്ട്. നേരത്തെ മായ സൂചിപ്പിച്ച പോലെ സലീം കുമാർ എന്ന് പറയുന്ന ആ പേര് പോലും അങ്ങനെയാണ്. സലീം എന്ന് പറയുന്ന പേരായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വരുന്ന പേര്. ആ പേര് സലീം എന്ന പേര് അദ്ദേഹം ഇടുന്നത് പോലും, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇടുന്നത് പോലും ഒരു തരത്തിലും തൻ്റെ മകൻ്റെ മതം ആരും അറിയരുത് എന്നുള്ളതാണ്. അതായത് പേരിലൂടെ മതം അറിയേണ്ട എന്ന നിലപാടിൻ്റെ ഭാഗമായാണ് സലീം എന്നിട്ടത്. പിന്നീട് സ്കൂളിൽ ചേർക്കുമ്പോൾ ആ പേരിനൊപ്പം അതേ പേരിനൊപ്പം കുമാർ എന്ന് ചേർക്കുന്നത് അധ്യാപകരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയാണ് സലീം എന്നുള്ളത് സലീം കുമാറായി മാറുന്നത്. അവിടെ നിന്നിങ്ങോട്ട് മഹാരാജാസിലെ വിദ്യാഭ്യാസ കാലം, സ്കൂൾ മഹാരാജാസിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പിന്നീട് ആ സമയത്താണ് കൊച്ചി കലാഭവനിലേക്ക് എത്തുന്നത്, കൊച്ചിൻ സാഗർ. അങ്ങനെ 2-3 മിമിക്രി ട്രൂപ്പുകളിൽ അദ്ദേഹം തൻ്റെ അഭിനയ തുടക്കം കുറിക്കുകയാണ്, അഭിനയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അവിടെ നിന്നിങ്ങോട്ട് സിനിമയിലേക്ക് എത്തുന്നു. ആ സിനിമയിൽ തന്നെ രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോൾ ആ സിനിമയിൽ അദ്ദേഹം 9 ദിവസത്തോളം അഭിനയിച്ചു. അതിൻ്റെ ഏറ്റവും നിർണായക ഒരു ഘട്ടത്തിൽ, അതായത് വളരെയധികം സീനുകൾ ഉണ്ടായിരുന്ന സിനിമയാണ്. സിബി മേലൻ്റെ ചിത്രമായിരുന്നു. ആ ചിത്രത്തിൽ അവസാനമാകുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ആ ചിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അഭിനയിക്കാൻ കഴിയാവുന്ന, ഒപ്പം അഭിനയിക്കുന്നത് തിലകനായിരുന്നു. പക്ഷേ തിലകൻ ഉൾപ്പെടെയുള്ളവർ പിന്നീട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന വളരെ വേദനയോടുകൂടി സലീം കുമാർ പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ആ സിനിമയിൽ പിന്നീട് അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അവിടെ നിന്ന് അതായത് ഈ സിനിമ അഭിനയം അവസാനിപ്പിച്ച ആ സമയത്ത് സിനിമാ സെറ്റിൽ നിന്ന് ഇറങ്ങിയ സലീം കുമാർ തിരിച്ചു പോകാൻ വണ്ടിക്ക് പൈസ പോലും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരുന്നൊരു സമയമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് സലീം കുമാറിന് പിന്നീട് അതിന് പണം നൽകിയതെന്നൊക്കെ തന്നെ സലീം കുമാർ പറയുന്നു. അവിടെ ആ ഒരു തിരിച്ചറിവുകൾ, അതിനുശേഷം അദ്ദേഹം പിന്നീടുള്ള യാത്രകൾ, ആ ജൈത്രയാത്ര ഒരു പക്ഷേ ഒരു വിസ്മരിപ്പിക്കുന്ന യാത്രയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒട്ടനവധിയായ മലയാള ചലച്ചിത്രങ്ങൾ, അതിലേറ്റവും ഹൃദ്യമായും ഒപ്പം തന്നെ മനുഷ്യന് ഏത് സങ്കട സമയത്തും നമ്മളെയൊക്കെ തന്നെ സരസമായി ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത കഥാപാത്രങ്ങളുണ്ട്. അതിൽ പലപ്പോഴും ഒരു സിനിമയിൽ തന്നെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ വളരെ ആ സിനിമയുടെ തന്തു എന്ന തരത്തിൽ തന്നെ കൃത്യമായൊരു ഹാസ്യ വ്യക്തിത്വം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് അതിൻ്റെ ഏറ്റവും സുപ്രധാന ഒരു ഘട്ടത്തിലേക്ക്, സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ കഥാപാത്രം തന്നെ മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ചിരിപ്പിക്കുകയും ഒരേ സിനിമയിൽ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു കഥാപാത്രം എന്ന നിലയിൽ തന്നെയാണ് സലീം കുമാറിനെ എല്ലാവരും ഓർത്തെടുക്കുക. അങ്ങനെ തന്നെ അതിനുശേഷം ഇങ്ങോട്ട്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മലയാളികളോട് പലപ്പോഴും മലയാളികൾ തങ്ങളുടെ ട്രോളുകളിലും അല്ലെങ്കിൽ തങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സുകളിലൊക്കെ പറയുന്ന തമാശകളിലൊക്കെ തന്നെ സലീം കുമാറിൻ്റെ ഡയലോഗുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചപ്പോൾ അവിടെ എന്തുണ്ടെന്ന് ചോദിക്കാൻ ഒന്നുമില്ല, പക്ഷേ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന
എന്ന് പറയുന്നതൊക്കെ തന്നെ സലിംകുമാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡയലോഗുകളാണ്. അങ്ങനെ അത് ഒരുപക്ഷെ സംവിധായകനോ അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്തൊക്കെ കൊടുത്ത ഡയലോഗ്, പക്ഷെ അതിൽ സലിംകുമാറിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഹാസ്യ നടന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഹാസ്യ താരങ്ങൾക്ക് തന്നെയാണ്. കാരണം ഇത് അവർ ചെയ്യുന്നത് സ്വാഭാവികമായും ജനങ്ങൾ വലിയ തരത്തിൽ ഏറ്റെടുക്കുകയും അതിനോടൊപ്പം ചിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ സിനിമയെക്കുറിച്ച് ഉള്ളതിനേക്കാൾ ഒരു പക്ഷേ അതിൽ വന്ന ഡയലോഗുകൾ, ആ താരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തെടുക്കുകയും അങ്ങനെ മലയാളികളുടെ മനസ്സിലേക്ക് താൻ പറഞ്ഞ ഹാസ്യ ഡയലോഗുകൾ കൊണ്ട് വലിയ തരത്തിൽ യാത്ര ചെയ്ത ഒരു മഹാമനുഷ്യനാണ് ചേതനയേറ്റ നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് എന്ന് പറയേണ്ടി വരും.